ജ്യോതിർഗമയ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് SKN40 രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ 30 ദിവസങ്ങളിലൂടെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. അന്ന് കണ്ട പല കാര്യങ്ങളും നമ്മളെ നടുക്കി. നമ്മൾ പലതും ജനങ്ങളോട് തുറന്നു പറഞ്ഞു. തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നമ്മൾ സമർപ്പിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അതിൽ ഇടപെട്ട് വലിയ ഹൈ ലെവൽ മീറ്റിംഗ് ഒക്കെ വിളിച്ച് നടപടികൾ ആരംഭിച്ചു. പലയിടങ്ങളിലും അറസ്റ്റ് തുടരുകയാണ്, റെയ്ഡുകൾ തുടരുന്നു. ഏറ്റവും അവസാനത്തെ MDMA കാരനും രാസലഹരിക്കാരനും കേരളം വിട്ടുപോകാനുള്ള നമ്മുടെ യജ്ഞം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞത്തിന് നമ്മൾ ഇന്നിവിടെ തുടക്കമിടുകയാണ്. ജ്യോതിർഗമയ. ഒരു കൊല്ലം നീണ്ടുപോകുന്ന ഒരു ബോധവൽക്കരണ യജ്ഞമാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. എല്ലാവരും, കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ മാറി നിൽക്കാതെയുള്ളൊരു യജ്ഞപരിപാടിയാണ് ഇത്. ഒരു അഖണ്ഡ യജ്ഞം എന്ന് വേണമെങ്കിൽ പറയാൻ. നിർത്തുന്നില്ല നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞു ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ നമ്മൾ വാലും ചുരുട്ടി വീട്ടിൽ കയറുമെന്ന്. നമ്മൾ വാലും ചുരുട്ടാതെ തന്നെ വീണ്ടും ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നു. കാര്യം അത്ര അപകടകരമായ ഒരു സാഹചര്യം കേരളത്തിൻ്റെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യജ്ഞം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം. തമോസമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന് പറയുന്ന ആ പ്രശസ്തമായ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും.